പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ക്രിസ്പിയായ മൊരുമൊരുത്ത ഒരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് നമുക്ക് ചായക്കടിയായിട്ട് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. പഴംപൊരി തന്നെയാണെങ്കിലും ഇത് ഒരു മസാല എരിവോട് കൂടിയ പഴംപൊരിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ പഴംപൊരിയും പഴം വെച്ചിട്ടുള്ള പല ഐറ്റങ്ങളും നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇത് ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചായ ഇടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല എരിവും മധുരവും ഒക്കെ ഉള്ള നല്ല ക്രിസ്പിയായ ഈ മസാല പഴംപൊരിയുടെ രഹസ്യക്കൂട്ട് എന്താണെന്ന് നോക്കാം. അതിലേക്കായി 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂൺ മൈദാപ്പൊടി, 1 നുള്ളു ഉപ്പ്, 1 നുള്ളു സോഡാപ്പൊടി, അല്പം പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇത് 3 കൂടി ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി വെള്ളമൊഴിച്ച് നല്ല കട്ടി പരുവത്തിൽ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. തീരെ ലൂസാവാൻ പാടില്ല, എന്നാൽ നല്ല കട്ടിയും ആവാൻ പാടില്ല. ഒരു ഇടപ്പരുവത്തിൽ നല്ലതുപോലെ കട്ടയൊന്നും കെട്ടാതെ വെള്ളമൊഴിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മാവ് കലക്കിയെടുക്കാം. 4 മണിക്ക് ചായയോടൊപ്പം ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. ആ മധുരവും എരിയും എല്ലാം ചായയുടെ ഒരു എരിയൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ക്രിസ്പിയുമാണ്. ഞാൻ ദാ ഇതുപോലെ ചെറുതായിട്ടാണ് ഈ പഴം കട്ട് ചെയ്യണത്. സാധാരണ പഴംപൊരിക്കുള്ളതുപോലെ കട്ട് ചെയ്യില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതേപോലെ ഒന്ന് മാവ് ഇതുപോലെ ലൂസ് കട്ടയൊന്നും കെട്ടാതെ ഈ പരുവത്തിന് ഒന്ന് മാവ് നല്ലതുപോലെ ഇതുപോലെ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ പഴം 2 നല്ല പഴുത്ത പഴം ഞാൻ ഇതുപോലെ ചെറുതായാണ് കട്ട് ചെയ്തെടുത്തേക്കണം. നല്ല ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഓരോന്നോരോന്നായിട്ട് ആ മാവിൽ മുക്കി ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. കാരണം നമ്മളിത് നല്ല ഹൈ ഫ്ലെയിമിലും വെക്കലും തീരെ ലോ ഫ്ലെയിമിലും വെക്കലും ഒരു ഇടത്തരം ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ 2 സൈഡും നല്ല മൊര ആക്കി എടുക്കണം. പഴവും വേവും നല്ല മാവും നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാ കൂട്ടുകാരും ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ കമൻറ്റും ലൈക്കും എല്ലാം ചെയ്യണം. എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ചുമന്ന് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 സൈഡ് ഇതുപോലെ നല്ല ഒരു ബ്രൗൺ കളറാവണം. അപ്പോഴാണ് ആ പഴംപൊരിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. ആ മധുരവും എരിവും എല്ലാം ഉണ്ടായിരിക്കും. ചായക്കൊപ്പം എന്തായാലും ഇതെല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയും ടേസ്റ്റാണ്. 2 സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. എങ്കിലാണ് ആ ക്രിസ്പിയായ ഒരു പഴംപൊരി മസാല പഴംപൊരി വേണമെങ്കിൽ ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം. എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഈ മസാല പഴംപൊരി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കൂട്ടുകാരെല്ലാം ചായക്കടിയായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അത് കഴിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ. നല്ല ക്രിസ്പിയായ നല്ല മൊരുപൊഴുത്ത എരിയും മധുരത്തോടു കൂടിയുള്ള ഒരു ചായക്കടിയാണ്. ഇതുപോലെ കാണുമ്പോൾ തന്നെ എന്തായാലും എല്ലാവർക്കും അറിയാം അത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ഇതുപോലെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. കൂട്ടുകാരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ക്രിസ്പിയായ ടേസ്റ്റിയായ ചായക്കടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ടേസ്റ്റിയായ ക്രിസ്പിയായ ചായക്കടി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.